കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ 14 ജില്ലയിലും സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കവാടങ്ങളിൽ ഇന്ന് നടന്ന ധരണയും ജാഥയും 100% ഇന്ന് സമൂഹത്തിലേക്ക് വളരെയധികം വ്യത്യസ്തമായ രീതിയിൽ നടത്തുവാൻ കഴിഞ്ഞു. ഒന്ന്, ഈ സമരപരിപാടി ഹോട്ടലുകാരുടെ മാത്രം പ്രതിസന്ധിയല്ല, ഈ സമൂഹത്തിൻ്റെ സാധാരണക്കാരുടെ മുഴുവൻ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഏറ്റെടുത്ത ഒരു സമരപരിപാടിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് കേരളത്തിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില സാധാരണയിലും ഇരട്ടിയിലും 4-5 മടങ്ങ് വർദ്ധിച്ച ഒരു കാലാവസ്ഥയിൽ ഈ പ്രസ്ഥാനങ്ങൾ നടത്തി ഉപജീവനം നടത്തുന്ന ചെറുകിട ഹോട്ടലുകളും ബേക്കറികളും സാധാരണക്കാരുടെ ഉപജീവനവും വഴിമുട്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഈ പ്രതിഷേധ ധരണയും ജാഥയുമൊക്കെ രാഷ്ട്രീയക്കാർക്കും അധികാരികളുടെയും മുമ്പിൽ കണ്ണു തുറപ്പിക്കുന്നതിന് ഈ വിപണിയിൽ അവരിടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും, കൂടാതെ ചെറുകിട പ്രസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ തനിമയെയും കേരള സംസ്കാരത്തെയും കാത്തു സൂക്ഷിക്കുന്ന ഹോട്ടൽ ഉടമകളുടെ പ്രസ്ഥാനങ്ങൾ പൂട്ടിക്കാനുള്ള ചില ഗൂഢാലോചനകൾ നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെയൊക്കെ അതിജീവിക്കുന്നതിന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആഹ്വാനം ചെയ്തിട്ടുള്ള ഈ സമരപരിപാടി സമൂഹത്തിൻ്റെ നന്മയ്ക്കും സാധാരണ ഹോട്ടൽ ഉടമകളുടെയും അവരുടെ കൂടെ സഹപ്രവർത്തകരുടെയും കുടുംബങ്ങൾക്കും അവരുടെ ഒക്കെയും നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ഈ ഒരു വർഷം ടാക്സ് ഇനത്തിൽ തന്നെ വർധനമുണ്ടായത് 1 മടങ്ങല്ല, 10 മടങ്ങ് വർധനവാണ് പല ലൈസൻസുകൾക്കും കൂട്ടിയിട്ടുള്ളത്. ഒരു സാധാരണക്കാരനെ താങ്ങാൻ പറ്റാത്ത രീതിയിൽ ബിൽഡിംഗ് ടാക്സും ഇലക്ട്രിസിറ്റിയും വെള്ളക്കരവും തുടങ്ങിയ എല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു ഇരട്ടടി മാതിരിയാണ് ഈ സാധാരണ ഹോട്ടലുകൾക്ക് ഏറ്റുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഇതിനെല്ലാം ഒരു ജനകീയ മുന്നേറ്റമുണ്ടാകണം. സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണം, സാധാരണ ഹോട്ടൽ ഉടമകൾക്ക് ഇവിടെ ജീവിക്കണം. സാധാരണ ഹോട്ടൽ ഉടമകൾ ഒട്ടനവധി തൊഴിൽ സാധ്യതകളാണ് നമ്മൾ കേരളത്തിൽ കൊടുക്കുന്നത്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുമ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് വരികയാണ്. കടകളൊക്കെയും വളരെയധികം പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന പല പ്രസ്ഥാനങ്ങളും പൂട്ടിപ്പോകുവാനായിട്ടുള്ള കാരണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഭാഗമായിട്ടാണ്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഭക്ഷ്യോൽപ്പന്ന സാധനങ്ങൾ അതിനെ പരിശോധിക്കുവാനോ അതിനെ വില നിയന്ത്രിക്കുവാനോ നമ്മുടെ സർക്കാരുകൾക്ക് സാധിക്കാത്തതും വലിയൊരു വീഴ്ചയാണ്. ആയതുകൊണ്ട് ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ടും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഈ സമരപരിപാടി ജനകീയമായിട്ടുള്ള സാമൂഹിക പ്രതിബദ്ധതയോടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സാധാരണ ഹോട്ടൽ ഉടമകളുടെയും തൊഴിലാളികളുടെയും നിലനിൽപ്പിന് വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KHR.